രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി സ്പീക്കറെ അറിയിച്ച് പ്രതിപക്ഷ നേതാവ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് കത്ത് നൽകി. ഇതോടെ രാഹുൽ സഭയിൽ വന്നാൽ ഇനി പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണം. സേഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഔദ്യോഗികമായി തന്നെ ഇതിപ്പോൾ കോൺഗ്രസ് അറിയിച്ചോ സ്പീക്കറിനെ? അങ്ങനെയാണെങ്കിൽ സഭയിലും പുറത്തു തന്നെയല്ലേ? അതെ അമൃത, അത് കുറച്ച് കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് വീണ്ടും നീങ്ങുന്നു എന്നതിന്റെ സൂചനയെ കൂടി കാണേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് സ്പീക്കർ എൻ ഷംസീറിന് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. രാഹുൽ വരണമോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് പാർട്ടി ഉള്ളത്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിട്ട് വരേണ്ടതില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് കർശനമായി തന്നെ എടുത്തിരുന്നു. അത് KPC അധ്യക്ഷനും UDF കൺവീനർ അടക്കമുള്ളവരുമായി സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീറിന് അദ്ദേഹം ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെ സസ്പെൻഷൻ, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യം ഔദ്യോഗികമായി തന്നെ കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന അറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കേണ്ടി വരും. ഇപ്പോ വാക്കൌട്ട് പ്രസംഗം നടത്തി വാക്കൌട്ട് നടത്തുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് UDFന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അവരുടെ ഭാഗമായി പുറത്തു പോകാൻ കഴിയില്ല. കാരണം ഒരൊറ്റ ബ്ലോക്കായി ഒരാളായി ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ കർശനമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിച്ചേരുന്നു, പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൃത, സൈഫ്, നമുക്കറിയാം ഇതിപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്കൊക്കെ കടന്നു എന്ന് പറഞ്ഞാലും തീർച്ചയായും സഭ തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം സഭയിൽ ഉന്നയിക്കപ്പെടുമെന്നുള്ള കാര്യം അത് തീർച്ചയാണ്, അത് നിശ്ചയമാണ്. അപ്പോൾ ഒരു കടുത്ത ആരോപണം അല്ലെങ്കിൽ ഒരു ആക്രമണം, വാക്കാലുള്ള ആക്രമണം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തന്നെ യാതൊരുവിധ സംരക്ഷണവും അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല അദ്ദേഹത്തിന്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ അമൃത, അദ്ദേഹത്തിന് ഒരു സംരക്ഷണവും കോൺഗ്രസ് പാർട്ടി നൽകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ലാതിരിക്കുന്ന ആൾ, സസ്പെൻഷനിലായ ആൾ, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയും കോൺഗ്രസ് പാർട്ടിക്കോ UDFന്റെ നേതാക്കന്മാർക്കോ ഇല്ല. അതുകൊണ്ട് ഇനി CPMന്റെ MLA-മാരോ ഇടതുപക്ഷ MLA-മാരോ ഒരാക്രമണം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകില്ല. അതേസമയം തന്നെ കോൺഗ്രസ് പാർട്ടി ആലോചിക്കുന്ന, കോൺഗ്രസ് ലീഡേഴ്സ് ആലോചിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തങ്ങൾ സ്വീകരിച്ച നടപടി എന്താണ്? പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, അത് പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതേസമയം തന്നെ LDFന്റെ MLA-മാർ ഇതേ സമാനമായ രീതിയിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവും മറ്റാരോപണങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഇതിനെ ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം വാക്കുകൊണ്ട് പോലും UDFന്റെ MLA-മാരുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ MLA-മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് അവിതർക്കിതമാണ്. അമൃത, സേഫ്, അതുപോലെ തന്നെ ഇതിപ്പോൾ എല്ലാ അർത്ഥത്തിലും കൈവിട്ട സ്ഥിതിക്ക് തനിക്ക് യാതൊരുവിധ പിന്തുണയും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നേരത്തെ നമ്മൾ KPCC പ്രസിഡന്റിന്റെ ഒക്കെ പ്രതികരണം കേട്ടതാണ്. രാഹുലിന് വേണമെങ്കിൽ സഭയിൽ പങ്കെടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് രാഹുലിന്റെ തീരുമാനമാണ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്താനുള്ള സാധ്യത അത് കാണുന്നുണ്ടോ? അങ്ങനെ വരുമോ അമൃത? ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെടും എന്നുള്ള സംഭവം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുകയാണ്. ഓരോ വിഷയങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വരികയാണ്, പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഗർഭചിത്രം നടത്തി എന്നുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത ആ വിഷയത്തിൽ വരുത്തിയിട്ടില്ല. അത് എന്റെ ശബ്ദമല്ല എന്നുപോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഇതിനിടയിൽ നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ നിയമസഭ എന്ന് പറയുന്നത് അത് ഔദ്യോഗിക രേഖയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിലെ രേഖയായി മാറ്റപ്പെടുകയാണ്. നിയമസഭയിൽ ഉണ്ടാകുന്ന ആരോപണങ്ങളും അതിന്റെ ആരോപണ പ്രത്യാരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം. അങ്ങനെ അദ്ദേഹം വരുമോ ഇല്ലയോ കാര്യത്തിലൊരു വ്യക്തതയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് ശുഭകരമാകാനുള്ള സാധ്യത കുറവാണ്. കാരണം CPM അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമൃത.